ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് ടിഷ്യൂ പേപ്പർ ആണ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു പീസ് ഇതുപോലെ മടക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഓരോ ലെയറുകളും മാറ്റി വെക്കാം. നമുക്കൊരു 5 റൗണ്ട് പീസുകളാണ് വേണ്ടത്. ഇത് വെച്ചൊരു ഫ്ലവറാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. പിന്നീട് കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതും നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടിഷ്യൂ പേപ്പർ ഓരോന്നും നമുക്കൊന്ന് മടക്കി കൊടുക്കണം. ഇതുപോലെയാണ് നമ്മൾ മടക്കിയെടുക്കേണ്ടത്. ഇവിടെയായിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടിഷ്യൂ പേപ്പർ കൊണ്ട് ചെയ്തെടുക്കാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഫ്ലവറാണിത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ റൗണ്ട് പീസുകളും നമുക്ക് ഇതുപോലെ മടക്കി കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇതിലേക്കാണ് നമുക്ക് അതെല്ലാം ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ മടക്കി വെച്ചിട്ടുള്ള ഓരോന്നും നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ നടുക്കായിട്ട് ഈ ഒരു സ്റ്റോണും കൂടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പേന ഉപയോഗിച്ച് ഇതിൻ്റെ ഇതളുകളിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് പോയി നോക്കുക. വീഡിയോസൊക്കെ കണ്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെയാണ് നമ്മുടെ ഫ്ലവർ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ വേറെയും കുറച്ച് പൂക്കൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പൂക്കളാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ എടുത്തിട്ടുള്ളത് കാർഡ്ബോർഡ് പീസുകളാണ്. ഇതിൽ നമുക്ക് മരച്ചില്ലകൾ പോലെ വരച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്കിന്ന് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു വാൾ ഡെക്കർ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇതുപോലെ അതിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അത് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് പെയിന്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ പെയിന്റ് ഒക്കെ കൊടുത്തെടുത്തിട്ടുണ്ട്. അത് ഉണങ്ങുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ഇലകൾ കട്ട് ചെയ്തെടുക്കാം. ഇലകൾ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് കളർ പേപ്പറുകൾ കൊണ്ടൊക്കെ ഇലകൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള ഇലകളെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കൾ ഓരോന്നായി നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ഇതുപോലത്തെ ഫ്ലവർ ഉണ്ടാക്കി വാൾ ഡെക്കർ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇതുപോലത്തെ ഫ്ലവർ ഉണ്ടാക്കി നമുക്ക് ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യാം. എല്ലാ പൂക്കളും നമ്മൾ ഇതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലകൾ കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇലകളൊക്കെ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനടിയിൽ ഡബിൾ സൈഡ് ടാപ്പും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള വാൾ ഡെക്കർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.